ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പൊ ഇന്ന് നമുക്ക് പുതിയ ലെസൺ എന്താണ്? 11ാമത്തത് ജനനി ജന്മഭൂമി അല്ലെ? ജനനി ജനനി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അമ്മ അല്ലെ? ജനനി എന്ന് പറഞ്ഞ അമ്മ, തായ, അമ്മ, സ്വന്തം അമ്മ അല്ലെ? ഓക്കെ, ജനനി ജന്മഭൂമി. ജന്മഭൂമി പറഞ്ഞ ജനിച്ച നാട് അല്ലെ? അതായത് മാതൃരാജ്യം. അപ്പൊ ജനിച്ച നാടാണ് ജന്മഭൂമി. അപ്പോ ജനനി ജന്മഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ജനിച്ച നാട് നമുക്ക് അമ്മയെ പോലെയാണെന്ന് അർത്ഥം അല്ലെ? അപ്പൊ ജനനി ജന്മഭൂമി. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ജനിച്ച നാടിനെയും നമ്മളെ പെറ്റമ്മയെ പോലെ സ്നേഹിക്കണം എന്നർത്ഥം അല്ലെ? അപ്പോ ഒന്ന് നമുക്കത് വായിക്കാം. ശ്രദ്ധിക്കണം എല്ലാവരും. പേജ് നമ്പർ 48 കണ്ടില്ലേ? ഒരേ ഒരിന്ത്യ ഒരൊറ്റ ജനത ഒരേ കുടുംബം നാമെല്ലാം, ഒരേ ഒരമ്മ ഒരൊറ്റ രക്തം ഒരേ കിടാങ്ങൾ നാമെല്ലാം, സത്യം ധർമ്മം സാഹോദര്യം നമ്മുടെ ജീവിത മന്ത്രങ്ങൾ, സ്നേഹം സഹനം സർവസമത്വം നമ്മുടെ മോചന തന്ത്രങ്ങൾ, മാമുനിമാരുടെ ജീവിതഗാഥകൾ കേട്ടു വളർന്ന മഹാരാജ്യം, വീരന്മാരുടെ ചോരയിലെഴുതിയ ചരിത്രമെഴുന്ന മഹാരാജ്യം, പാവന ഗംഗാ യമുനകളിവിടെ കളകളഗാനമുതിർക്കുന്നു, മഞ്ജുള നർമ്മദ ഗോദാവരികൾ തളകളിളക്കി പായുന്നു, ഇതാണ് നമ്മുടെ മണ്ണും വിണ്ണും, ഇതാണ് നമ്മുടെ സർവസ്വം, ഇതാണ് നമ്മുടെ വിത്തും മുത്തും, ഇതാണ് നമ്മുടെ ജനയിത്രി, പല പല മുത്തുകൾ കോർത്തുണ്ടാക്കിയ പൊലിമയെഴുന്നൊരു ഹാരം പോൽ, ഹൈന്ദവർ മുസ്ലിം ക്രിസ്ത്യാനികളും കൈകോർത്തിവിടെ കഴിയുന്നു, പാഴ്സികൾ ജൈനർ ബുദ്ധമതക്കാരെല്ലാം ഒന്നായി പുലരുന്നു, സസ്യശ്യാമള ഹരിതക ഭംഗികളെങ്ങും പീലി വിടർത്തുന്നു, ഒരേ ഒരിന്ത്യ ഒരൊറ്റ ജനത ഒരേ കുടുംബം നാമെല്ലാം, ഒരേ ഒരമ്മ ഒരൊറ്റ രക്തം ഒരേ കിടാങ്ങൾ നാമെല്ലാം. അല്ലേ? എന്താ പറയുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ പാട്ട് പാടിയ സമയത്ത്? ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത ഒരേ കുടുംബം നാമെല്ലാം എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പൊ ആരുടേതാണ് ഈ കവിത? സിപ്പി പള്ളിപ്പുറത്തിന്റെ ജനനി ജന്മഭൂമി എന്ന കവിതയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് അല്ലെ? അപ്പൊ സിപ്പി പള്ളിപ്പുറത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മലയാള ബാലസാഹിത്യത്തിന് മികച്ച സംഭാവനകൾ നൽകിയ എഴുത്തുകാരനാണ് അദ്ദേഹം അല്ലേ? 1943 എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറത്ത് ജനിച്ചു. അതുകൊണ്ടാണ് സിപ്പി പള്ളിപ്പുറം. ജനിച്ച നാടും കൂടെ കൂടിയാണ് സിപ്പി പള്ളിപ്പുറം എന്ന പേര് വന്നത്. ചെണ്ട, പൂരം, അപ്പൂപ്പൻ താടിയുടെ സ്വർഗയാത്ര, തത്തകളുടെ ഗ്രാമം, പപ്പടം, പഴം, പായസം, 100 നഴ്സറി പാട്ടുകൾ, കാട്ടിലെ കഥകൾ എന്നിവയാണ് മുഖ്യ കൃതികൾ. ചെണ്ട, പൂരം എന്നീ കൃതികൾക്ക് NCERT അവാർഡും അപ്പൂപ്പൻ താടിയുടെ സ്വർഗയാത്രയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ജയിച്ചിട്ടുണ്ട് അല്ലെ? സിപ്പി പള്ളിപ്പുറത്തിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ അറിയാനും നിങ്ങൾക്ക് ഇപ്പോ പള്ളിപ്പുറം അദ്ദേഹത്തിന്റെ ജനിച്ച നാടിന്റെ പേരുകൂടി ചേർത്തതാണത്. ഇപ്പൊ മലയാള സാഹിത്യത്തിന് മികച്ച സംഭാവന നൽകിയ എഴുത്തുകാരനാണ് അദ്ദേഹം. ഓക്കെ, പറഞ്ഞോ. എന്താ ഫെയ്ത്ത്? ഫെയ്ത്ത് വിളിച്ചോ മിസ്സേന്ന്? നെറ്റ് പോയായിരുന്നു. കേട്ടില്ല? പറയുന്ന കേൾക്കുന്നുണ്ടോ ഇപ്പോ? ഓക്കെ ആണോ? അപ്പോ സിപ്പി പള്ളിപ്പുറത്തിന്റെ ജനനി ജന്മഭൂമി എന്ന കവിതയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ? ഒന്നുകൂടി വായിക്കാതെ ശ്രദ്ധിക്കുക. ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത ഒരേ കുടുംബം നാമെല്ലാം, ഒരേ ഒരമ്മ ഒരൊറ്റ രക്തം ഒരേ കിടാങ്ങൾ നാമെല്ലാം, സത്യം ധർമ്മം സാഹോദര്യം
നമ്മുടെ ജീവിത മന്ത്രങ്ങൾ. സ്നേഹം, സഹനം, സർവസമത്വം നമ്മുടെ മോചന തന്ത്രങ്ങൾ. മാമുനിമാരുടെ ജീവിതഗാഥകൾ കേട്ടു വളർന്ന മഹാരാജ്യം. വീരന്മാരുടെ ചോരയിൽ എഴുതിയ ചരിത്രമെഴുന്ന മഹാരാജ്യം. പാവന ഗംഗാ യമുനകളിവിടെ കളകളഗാനമുതിർക്കുന്നു. മഞ്ജുള നർമ്മദ ഗോദാവരികൾ തളകളിളക്കി പായുന്നു. ഇതാണ് നമ്മുടെ മണ്ണും വിണ്ണും, ഇതാണ് നമ്മുടെ സർവസ്വം. ഇതാണ് നമ്മുടെ വിത്തും മുത്തും, ഇതാണ് നമ്മുടെ ജനയിത്രി. പല പല മുത്തുകൾ കോർത്തുണ്ടാക്കിയ പൊലിമയെഴുന്നൊരു ഹാരം പോൽ ഹൈന്ദവർ, മുസ്ലിം, ക്രിസ്ത്യാനികളും കൈകോർത്തിവിടെ കഴിയുന്നു. പാർസിക, ജൈനർ, ബുദ്ധമതക്കാരെല്ലാം ഒന്നായി പുലരുന്നു. സസ്യശ്യാമള ഹരിതക ഭംഗികളെങ്ങും പീലി വിടർത്തുന്നു. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, ഒരേ കുടുംബം നാമെല്ലാം. ഒരേ ഒരമ്മ, ഒരൊറ്റ രക്തം, ഒരേ കിടാങ്ങൾ നാമെല്ലാം. എന്താ ഇവിടെ പറയുന്നത്? ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത. നെറ്റ് പോയി മിസ്. മോൻ ഇരിക്കുന്ന പ്ലേസ് ഒന്ന് മാറ്റി പിടിച്ചേ. അവിടെ ഗ്രേസ് ഇരിക്കാറുണ്ട് ഒരു ജനലിന് അവിടെ അപ്പുറത്തെ റൂമില്. അവിടെ ഇരുന്ന് നോക്ക്. ആ പ്ലേസ് അത്ര നെറ്റിൽ ആയിരിക്കില്ല, അതുകൊണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, ഒരേ കുടുംബം നാമെല്ലാം. എന്താ പറഞ്ഞത്? ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, ഒരേ കുടുംബം നാമെല്ലാം. അല്ലെ? ഒറ്റൊരു ഇന്ത്യയും ഒരൊറ്റ ജനതയും ഒരേ കുടുംബമായി നാം എല്ലാവരും വസിക്കുന്നു. അല്ലെ? ഇന്ത്യക്കാര്, ഇന്ത്യ എന്റെ രാജ്യമാണ്, അതുപോലെ നാം എല്ലാം സഹോദരി സഹോദരന്മാരാണ് എന്ന് നമ്മൾക്ക് പറയാറുണ്ട് അല്ലെ? പ്ലഡ്ജില് അതുപോലെയാണെന്ന് അർത്ഥം. പിന്നെന്താ പറഞ്ഞേ? ഒരേ ഒരമ്മ, ഒരൊറ്റ രക്തം. ഒരമ്മയുടെ മക്കൾക്കെല്ലാം ഒരൊറ്റ രക്തമായിരിക്കും അല്ലെ? ഒരു രക്തബന്ധം ഉള്ളവരായിരിക്കും. അതുപോലെയാണ് നമ്മൾ ഇന്ത്യക്കാർ എന്നാണ് പറയുന്നത്. പിന്നെന്താ അടുത്ത ലൈനിൽ പറയുന്നത്? സത്യം, ധർമ്മം, സാഹോദര്യം. സത്യം, സത്യം അറിയാലോ നമുക്ക്, കള്ളം പറയാത്തത് അല്ലെ? സത്യം. പിന്നെന്താ? ധർമ്മം, ധർമ്മത്തിന് അനുഷ്ഠിതമായി നിൽക്കുന്നത്. പിന്നെയോ സാഹോദര്യം. സാഹോദര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സഹോദരന്മാരെ പോലെ അല്ലെ? നമ്മൾ ഒരേ അമ്മയുടെ മക്കളാണെന്ന സാഹോദര്യ സ്നേഹത്തോടെ വർത്തിക്കുക അല്ലെ? അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? സത്യം, ധർമ്മം, സാഹോദര്യം നമ്മുടെ ജീവിത മന്ത്രങ്ങളാണ്. എന്ത്? സത്യവും ധർമ്മവും സാഹോദര്യവും എന്നാണ് പറഞ്ഞത് അല്ലെ? പിന്നെ അടുത്ത് എന്താ പറയുന്നത്? സ്നേഹം, സഹനം, സർവസമത്വം നമ്മുടെ മോചന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? സ്നേഹമാണ്. പിന്നെയോ സഹനം. സഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കുക അല്ലെ? സഹിക്കുകയാണ് സഹനം. നെക്സ്റ്റ് സർവസമത്വം. എന്താണ്? എല്ലാവർക്കും ഒരുപോലെ സമത്വം. സമത്വം എന്ന് പറഞ്ഞാല് തുല്യ അവകാശം, അതല്ലേ സമത്വം? തുല്യ അവകാശം. ഓക്കെ. സമത്വം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ പോലത്തെ അവസ്ഥ. ഓക്കെ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? സ്നേഹം, സഹനം, സർവം, എല്ലായിടത്തും സമത്വം. നമുക്ക് എല്ലാവർക്കും സമത്വം. ഓക്കെ. ഒരേപോലെ തുല്യമായ അവസ്ഥ. പിന്നെന്താ പറഞ്ഞത്? നമ്മുടെ മോചന തന്ത്രങ്ങളാണ് ഇത് അല്ലെ? പിന്നെന്താ പറഞ്ഞ അടുത്ത വിലയില്ലേ? മാമുനിമാരുടെ, മഹാമുനിമാരുടെ, മാമുനി മഹാമുനി അല്ലെ? മഹാമുനിമാരുടെ ജീവിതഗാഥകള്, ജീവിതകഥകള് എന്താണ്? കേട്ടു വളർന്നതാണ് നമ്മുടെ ഈ രാജ്യം അല്ലെ? മഹാമുനിമാരുടെ, പല മഹാമുനിമാരുടെ ജീവിത കഥകള്, ഗാഥകള് നമ്മള് കേട്ടു വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? എന്താ പറഞ്ഞേ? വീരന്മാരുടെ ചോരയിൽ എഴുതിയ ചരിത്രം എഴുതുന്ന മഹാരാജ്യം അല്ലെ? പല വീരന്മാരും നമുക്ക് ഇവിടെ മുന്നിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അല്ലെ? ധീരദേശാഭിമാനികള്. അറിയില്ലേ വീരന്മാര് ആരൊക്കെയാണ്? ഗാന്ധിജി, പട്ടേൽ, നമ്മൾ ഒരുപാട് ആളെ പഠിച്ചിട്ടുണ്ട്. ബാലഗംഗാധര തിലക്, സുഭാഷ് ചന്ദ്രബോസ്, ഇവരൊക്കെയുള്ള വീരന്മാരുടെ ചോരയിൽ എഴുതിയ ചരിത്രം. അതായത് ഗാന്ധിജിയുടെ നേതൃത്വത്തിലൊക്കെ എന്താണ്? നമുക്ക് സ്വാതന്ത്ര്യ സമരം നടക്കുകയുണ്ടായി അല്ലെ? ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിരുന്നു ഈ സമരത്തെ അടിച്ചൊതുക്കുവാൻ ബ്രിട്ടീഷ് പട്ടാളം ക്രൂരതകള് പലതും കാണിച്ചിട്ടുണ്ട് അല്ലെ?
അപ്പോ ജീവത്യാഗം ചെയ്ത് നമ്മുടെ ജീവൻ തന്നെ അവരുടെ ജീവൻ തന്നെ ത്യാഗം ചെയ്തുകൊണ്ട് നശിപ്പിച്ചുകൊണ്ട് ത്യജിക്കല്, ത്യാഗം ത്യജിക്കുക. അപ്പൊ ജീവത്യാഗം ചെയ്ത ദേശാഭിമാനികളുടെ ചരിത്രം ഇന്ത്യാ ചരിത്രത്തിലുണ്ട് അല്ലെ. ഒരുപാട് വീരന്മാരുടെ എന്താണ് ജീവത്യാഗം ചെയ്ത ചരിത്രങ്ങളില് നമുക്ക് ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള രാജ്യം കൂടിയാണ് ഇത് ഇന്ത്യ അല്ലെ. അപ്പൊ ഇതൊക്കെ വീരന്മാരുടെ ചോരയിൽ എഴുതിയ ചരിത്രം എഴുതുന്ന മഹാരാജ്യം എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, പിന്നെന്താ അടുത്തത് പറഞ്ഞത്? പാവനം. പാവനം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പരിശുദ്ധാണ് അല്ലെ. പാവനം, പാവനം പരിശുദ്ധം. പരിശുദ്ധമായ ഏതൊക്കെ നദികളുടെ കാര്യ പറഞ്ഞേ? ഗംഗ, യമുന അല്ലെ. ഗംഗയും യമുനകളും ഇവിടെ കളകള ശബ്ദം ഉയർത്തിക്കൊണ്ട് എന്ത് പോകുന്നു? ഗാനം ഉതിർക്കുന്നു അല്ലെ. ഓക്കെ, ആരൊക്കെ? ഗംഗയും യമുനയും, പരിശുദ്ധമായ ഗംഗയും യമുനയും ഒക്കെ ഇവിടെ കളകള ഗാനം ഉതിർക്കുന്നു. പിന്നെയോ മഞ്ജുള നർമ്മദ ഗോദാവരികൾ. മഞ്ജുളം മനോഹരമായ ഏതൊക്കെ? നർമ്മദാ നദിയും ഗോദാവരികളും തളകളിളക്കിപ്പായുന്നു. തളകൾ അല്ലെ. ഗംഗാ യമുനകളുടെ കളകളം, നർമ്മദ ഗോദാവരികളുടെ തളക്കിലുക്കം അല്ലെ. നദിയിൽ ഓളം ഇളകുമ്പോഴുണ്ടാകുന്ന ശബ്ദമാണ് അല്ലെ കളകളം, തളകിലുക്കം എന്നീ പദങ്ങൾ ഉച്ചരിക്കുമ്പോൾ തന്നെ എന്താണ്? എന്തോ ഒരു ഓളം തല്ലുന്ന പോലത്തെ ഒരു ശബ്ദം നമുക്ക് അനുഭവപ്പെടുന്നു അല്ലെ. ഓക്കെ, പിന്നെന്താ പറഞ്ഞ? അപ്പൊ ആദ്യം തന്നെ എന്തൊക്കെയാ നമ്മളിപ്പോ പറഞ്ഞത്? നമ്മുടെ ഇന്ത്യയിലെ അനേകം ജാതികള്, മതങ്ങള് അല്ലെ, സമുദായങ്ങള്, ഭാഷകള്, ആചാരങ്ങള്, വസ്ത്രധാരണ രീതികള് എന്നിവയൊക്കെ കാണാം. എന്തൊക്കെയാണ്? നമ്മുടെ ഇന്ത്യയിൽ അനേകം ജാതികളുണ്ട്, പിന്നെന്തൊക്കെയുണ്ട്? ഭാഷകളുണ്ട്, വേഷങ്ങളുണ്ട്, മതങ്ങളുണ്ട് അല്ലെ, സമുദായങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാന്നാ ഇവയൊക്കെ ഉണ്ടെങ്കിലും എന്താണ്? ഭാഷക്കും വേഷത്തിനും ഒക്കെ വ്യത്യാസമുണ്ട്. എന്നാലും നമ്മൾ ഒരൊറ്റ ഇന്ത്യക്കാർ അല്ലെ, സാഹോദര്യമുള്ള സഹോദരന്മാരെ പോലെയാണ് ഇന്ത്യക്കാർ എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നാം എല്ലാം ഇന്ത്യക്കാരാണ്, ഒരു അമ്മയുടെ മക്കളാണെന്ന ഒരു ബോധം നമുക്കുണ്ട് എന്നാണ് ആദ്യത്തെ ലൈനുകളിൽ പറഞ്ഞത് അല്ലെ. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യ നമ്മുടെ ജന്മഭൂമിയാണ്, നമ്മുടെ ജനിച്ച രാജ്യമാണ്. അങ്ങനെ പ്രവർത്തിച്ചും വിചാരിച്ചും ഒക്കെ നമ്മള് മുന്നോട്ട് പോകണം. അപ്പോഴേ നമുക്ക് ഒരു ജനതയായി ജീവിക്കാൻ പറ്റൂ അല്ലെ. അപ്പോഴാണ് നമുക്ക് ഒരു ജനതയായി ജീവിക്കാൻ പറ്റുന്നത്. പല വേഷങ്ങളുണ്ട്, പല ഭാഷകളുണ്ട്, പല സമുദായങ്ങളുണ്ട്, എന്താ ജാതികളുണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും നമ്മള് നമ്മുടെ രാജ്യം ജന്മഭൂമിയാണെന്ന് കരുതി നമ്മള് അത് വിചാരിച്ച് മുമ്പോട്ട് പോകണം അല്ലെ. അപ്പോഴേ നമുക്ക് ഒരു ജനതയായി ജീവിക്കാൻ പറ്റൂ. പിന്നെ വീരന്മാരുടെ ചോരയെഴുത ചരിതം അല്ലെ. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരുപാട് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അവരുടെ ജീവത്യാഗം ചെയ്ത കൊണ്ട് തന്നെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതൊക്കെ നമ്മള് ധീരദേശാഭിമാനികളുടെ ചരിത്രം ഇന്ത്യയിലെ പ്രധാന അധ്യായങ്ങളാണെന്നാണ് അതിൽ പറഞ്ഞത്. പിന്നെ ഗംഗാ യമുനകളുടെ കളകളും പിന്നെന്താ നർമ്മദ ഗോദാവരികളുടെ തളകിലുക്കും പറഞ്ഞു അല്ലെ. ഇപ്പൊ ഓളം എന്താണ്? നദിയില് ഓളം ഇളകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് കളകളം, തളകിലുക്കം എന്നീ പദങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഓളം തരുന്ന ശബ്ദം മുഴങ്ങുന്നു എന്ന് അതിൽ പറയുന്നുണ്ട്. പിന്നെന്താ പറഞ്ഞത്? അടുത്ത ലൈനിൽ എന്നാ? അപ്പൊ അതുവരെ നമ്മളിപ്പം പറഞ്ഞത് ആദ്യത്തെ എത്ര ലൈൻ? 1 2 3 4 5 6 7 8 18 അല്ലേ. ഓക്കെ, അത്രയും ലൈനിൽ ഇതാണ് പറയുന്നത് അല്ലെ. അപ്പോ പല ഭാഷകള്, ജാതികള്, വേഷങ്ങള്, സമുദായങ്ങള്, മതങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇന്ത്യ നമ്മുടെ സ്വന്തം മാതൃരാജ്യമാണെന്ന വിശ്വാസത്തോടെ നമ്മള് മുന്നോട്ട് പോകണം അല്ലെ. നമ്മുടെ സ്വന്തം, നമ്മുടെ ജനനി, നമ്മുടെ അമ്മയെ പോലെയാണ് രാജ്യം എന്ന ഒരു അറിവ് നമുക്ക് ഉണ്ടാവണം അല്ലെ. അതുപോലെ സത്യം, ധർമ്മം, സാഹോദര്യതയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകണം. അതാണ് നമ്മുടെ ജീവിത മന്ത്രങ്ങൾ എന്ന് പറഞ്ഞു. പിന്നെയോ സ്നേഹം, സഹനം, സഹിക്കല് അല്ലെ. പിന്നെയോ അടുത്തെന്താ പറഞ്ഞ? സർവസമത്വം, എല്ലായിടത്തുള്ള സമത്വം അല്ലെ. നമ്മുടെ മോചന തന്ത്രങ്ങൾ അതാണെന്ന് പറഞ്ഞു. അതുപോലെ മുനിമാരുടെ ജീവിതഗാഥകൾ കേട്ടു വളർന്നതാണ് നമ്മുടെ രാജ്യം അല്ലെ, മഹാരാജ്യം.
പിന്നെ വീരന്മാരുടെ ധീരദേശാഭിമാനികളുടെ ജീവത്യാഗം ചെയ്ത കഥകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ പിന്നെ എന്ത് പറഞ്ഞു, പാവനമായ പരിശുദ്ധമായ ഗംഗാ യമുനകളിലും ഇവിടെ കളകളഗാനം മുതിർക്കുന്നു. അതുപോലെ മനോഹരമായ നർമ്മദയും ഗോദാവരിയും തളകള ഇളക്കി പായുന്നു എന്ന് പറഞ്ഞു അല്ലെ. അത്ര വരെയാണ് ഇപ്പൊ നമ്മ അവിടെ പഠിച്ചത്. അപ്പോ ജനനി ജന്മഭൂമി എന്നതാണ് പാഠത്തിന്റെ നെയിം അല്ലെ. ഓക്കെ, നമ്മുടെ രാജ്യം നമ്മുടെ മാതൃരാജ്യമാണ്, അമ്മയെ പോലെയാണെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ലൈൻ എന്താണ് പറയുന്നത്? ഇതാണ് നമ്മുടെ മണ്ണും വിണ്ണും, ഇതാണ് നമ്മുടെ സർവസ്വം അല്ലെ. സർവസ്വം എന്ന് പറഞ്ഞാൽ എല്ലാം അല്ലെ, സർവസ്വവും. ഇതാണ് നമ്മുടെ മണ്ണും വിണ്ണും. മണ്ണും വിണ്ണ് പറഞ്ഞ എന്താണ്? മാനം അല്ലെങ്കിൽ ആകാശം, വിണ്ണ്. ഓക്കെ, ഇതാണ് നമ്മുടെ നമ്മുടെ രാജ്യം തന്നെയാണ് നമ്മുടെ സർവസ്വവും അല്ലെ. ഇതാണ് നമ്മുടെ വിത്തും മുത്തും. വിത്തും മുത്തും ഇതാണ് അല്ലെ. ഇതാണ് നമ്മുടെ ജനയിത്രി. ജനയിത്രി എന്ന് പറഞ്ഞാൽ ആരാ? അമ്മ. അപ്പൊ ഈ പാഠത്തിൽ ഒരുപാട് അമ്മയ്ക്കുള്ള പര്യായങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്തൊക്കെയാണ്? ജനനി, ജനയിത്രി അല്ലെ. രണ്ടെണ്ണം ഇപ്പൊ നമ്മൾ പഠിച്ചു, ജനനി, ജനയിത്രി. തായ ഒക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്? ഇതാണ് നമ്മുടെ ജനയിത്രി. ജനയിത്രി എന്ന് പറഞ്ഞാൽ അർത്ഥം അമ്മ. പല പല മുത്തുകൾ കോർത്തുണ്ടാക്കിയ പൊലിമയെഴുന്നൊരു ഹാരം പോൽ. എന്താണ് അടുത്ത ലൈനിൽ പറയുന്നത്? പല പല മുത്തുകൾ അല്ലെ. നമ്മുടെ ഒരു ഹാരം. ഹാരം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മാല അല്ലെ. ഹാരം കഴുത്തിലിടുന്നത് ഹാരം, മാല. അപ്പൊ മാലയിൽ എന്തുണ്ടാവും? പല പല മുത്തുകൾ ഉണ്ടാവും അല്ലെ. പല കളറിലെ മുത്തുകൾ. അതുപോലെയാണ് എന്ത്? പല പല മുത്തുകൾ കോർത്തുണ്ടാക്കിയ പൊലിമേഴുന്നൊരു ഹാരം പോൽ എന്നാ പറഞ്ഞത്. ഹാരം, മാല, പൊലിമയുള്ള ഒരു മാലയെ പോലെയാണ് നമ്മുടെ രാജ്യം. എന്തുകൊണ്ടാ? അടുത്ത ലൈനിലതാ പറയുന്നത്, ഹൈന്ദവർ, പിന്നെയോ മുസ്ലിം, ക്രിസ്ത്യൻ അല്ലെ. അപ്പൊ ഹൈന്ദവര്, ഹിന്ദുക്കള്, മുസ്ലിങ്ങള്, ക്രിസ്ത്യാനികള് കൈകോർത്തിവിടെ കഴിയുന്നു അല്ലെ. ഒരു മാലയിൽ, ഒരു ഹാരത്തില് പലതരത്തിലുള്ള മുത്തുകൾ ഉള്ളത് പോലെ അതൊക്കെ ചേർന്നിട്ടാണ് പൊലിമയുള്ള ഒരു മാലയാവുന്നത് പറഞ്ഞു അല്ലെ. അതുപോലെയാണ് നമ്മുടെ രാജ്യം. എന്താ? ഹൈന്ദവർ, ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അവരൊക്കെ എന്താ ചെയ്യുന്നത്? കൈകോർത്ത് ഇവിടെ വാഴുന്നു. കൈകോർത്ത് പിടിച്ചല്ലേ ഒത്തൊരുമയോടെ മുമ്പോട്ട് പോകും. പല മതക്കാരുണ്ടെങ്കിലും, പല ഭാഷകളുണ്ടെങ്കിലും, പല വേഷങ്ങളുണ്ടെങ്കിലും ഒക്കെ അവരെന്ത് ചെയ്യുന്നു? നമ്മൾ ഇന്ത്യക്കാർ എന്നൊരു രീതിയിൽ മുന്നോട്ട് പോകുന്നു. കൈകോർത്ത് മുന്നോട്ട് പോകും അല്ലെ. പിന്നെന്താ പറഞ്ഞത്? പാഴ്സികൾ അല്ലെ. പാഴ്സിക്കാരും ഉണ്ട്. പാഴ്സിക്കാർ എന്ന് പറഞ്ഞൊരു കേട്ടിട്ടുണ്ടോ? ക്രിസ്ത്യാനികള്, ഹിന്ദുക്കളും ഒക്കെ പറയുന്നത് പോലെയാണ് പാഴ്സികൾ. ജൈനർ, ജൈന മതക്കാര്, പിന്നെയോ ബുദ്ധ മതക്കാര്. എല്ലാം ഒന്നായി പൊരുന്നു. എല്ലാവരും ഒരു അമ്മ പെറ്റ മക്കളെ പോലെ മുന്നോട്ട് പോകുന്നു അല്ലെ. എല്ലാവരും ഒന്നായി മുന്നോട്ട് പോകും. പിന്നെ അടുത്ത എന്താ പറഞ്ഞത്? സസ്യശ്യാമള ഹരിതക ഭംഗികൾ എങ്ങും പീലി വിടർത്തുന്നു. സസ്യം, സസ്യം അറിയില്ലേ? പച്ചപ്പ് നിറഞ്ഞ സസ്യശ്യാമള കോമള. അപ്പോ പച്ചപ്പ് കൊണ്ട് കോമളം ഭംഗിയുള്ളതായി ഹരിതക ഭംഗികൾ എങ്ങും പീലി വിടർത്തും. പച്ച നിറഞ്ഞ ഭംഗികൾ എങ്ങും പീലി വിടർത്ത് നിൽക്കുന്നു അല്ലെ. നല്ല ഒരു പ്രദേശമുള്ള, അതായത് പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശമുള്ളതാണ് നമ്മുടെ രാജ്യം. പിന്നെന്താ പറഞ്ഞത്? ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, ഒരേ കുടുംബം നാമെല്ലാം. അപ്പൊ ഒരേ ഒരു ഇന്ത്യ അല്ലെ. എന്തുകൊണ്ടാണ്? പല വേഷങ്ങളും ജാതികളും ഭാഷകളും സമുദായങ്ങളും മതങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒരേ ഒരു ഇന്ത്യക്കാരായി ഒരൊറ്റ മനസ്സോടെ അല്ലെ, ഒരൊറ്റ ജനതയോടെ, ഒരേ കുടുംബം പോലെ, ഒരമ്മയുടെ മക്കളെ പോലെ നമ്മള് പോകുന്നു അല്ലെ, മുമ്പോട്ട് പോകും. അതുപോലെ പിന്നെന്താ പറഞ്ഞത്? ഒരേ ഒരമ്മ, ഒരൊറ്റ രക്തം. ഒരേ അമ്മയുടെ മക്കളെ പോലെ, ഒരൊറ്റ രക്തത്തിൽ നിന്ന് വന്ന ഒരമ്മയുടെ മക്കളെ പോലെ നാം എല്ലാവരും ഒന്ന് ചേർന്ന് ഇന്ത്യക്കാര് ആയിട്ട് മുമ്പോട്ട് പോകുന്നു അല്ലെ. അപ്പൊ ഒരേ ഒരമ്മ, ഒരൊറ്റ രക്തം, ഒരേ കിടാങ്ങൾ നാമെല്ലാം. ഒരേ കിടാങ്ങളെ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? നാമെല്ലാം മുന്നോട്ട് പോകുന്നു.
അല്ലെ? ഓക്കെ, ജനനി ജന്മഭൂമി. ജനനി ജന്മഭൂമി നമ്മുടെ രാജ്യം, നമ്മുടെ മാതൃരാജ്യം, നമ്മുടെ അമ്മയെ പോലെയാണ് ജനനി, അമ്മ. ഓക്കെ, അപ്പൊ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? നമ്മുടെ ഇന്ത്യക്കാരൊക്കെ പല ഭാഷകളും വേഷങ്ങളും മതങ്ങളും സമുദായങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും വസ്ത്രധാരണ രീതികളൊക്കെ മാറ്റാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നേ? ഇന്ത്യക്കാർ എന്ന ഒറ്റൊരു ഇതില് ഒരമ്മയുടെ മക്കളെ പോലെ നമ്മള് ഒത്തൊരുമിച്ച് ഒരു മാലയിലെ കണ്ണികൾ പോലെ, അല്ലെ, മുത്തുകൾ പോലെ, ഒരു മാലയിലെ നല്ല ഭംഗിയാർന്ന മുത്തുകളെ പോലെ നമ്മള് മുന്നോട്ട് പോകുന്നു, അല്ലെ? ഒത്തൊരുമിച്ച് നമ്മള് മുന്നോട്ട് പോകുന്നു. അതാണ് ഇതിന്ന് പറയുന്നത്, അല്ലെ? ഓക്കെ, അപ്പൊ ജനനി എന്ന് പറഞ്ഞ അർത്ഥം അമ്മ എന്നാണ്. നെക്സ്റ്റ് സഹനം, സഹിക്കൽ. ഇതിൽ പറയുന്നുണ്ട് മാമുനി, മഹാമുനി. ചരിതം, ചരിത്രം അല്ലെങ്കിൽ കഥ, അല്ലെ? മാമുനിമാരുടെ ചരിതം കേട്ട് വളർന്നവരാണ്. വിണ്ണ്, ആകാശം, അല്ലെ? സ്വർഗം. ആ, ജനയിത്രി, അമ്മ, അല്ലെ? മാല. മഞ്ജുളം, മനോഹരം. പറഞ്ഞോളൂ. അപ്പൊ മഞ്ജുളം, മനോഹരം. ഇപ്പൊ ജനനീ ജന്മഭൂമി, അല്ലെ? ഒരേ ഒരു ഇന്ത്യ. ഒന്നുകൂടി ശ്രദ്ധിച്ച മക്കളെ. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, ഒരേ കുടുംബം നാമെല്ലാം. ഒരേ ഒരമ്മ, ഒരൊറ്റ രക്തം, ഒരേ കിടാങ്ങൾ നാമെല്ലാം. സത്യം, ധർമ്മം, സാഹോദര്യം നമ്മുടെ ജീവിത മന്ത്രങ്ങൾ. സ്നേഹം, സഹനം, സർവസമത്വം നമ്മുടെ മോചന തന്ത്രങ്ങൾ. മാമുനിമാരുടെ ജീവിതഗാഥകൾ കേട്ടു വളർന്ന മഹാരാജ്യം. വീരന്മാരുടെ ചോരയിൽ എഴുതിയ ചരിത്രമെഴുന്ന മഹാരാജ്യം. പാവന ഗംഗാ യമുനകളിവിടെ കളകള ഗാനമുതിർക്കുന്നു. മഞ്ജുള നർമ്മദ ഗോദാവരികൾ തളകളിളക്കി പായുന്നു. ഇതാണ് നമ്മുടെ മണ്ണും വിണ്ണും, ഇതാണ് നമ്മുടെ സർവസ്വം. ഇതാണ് നമ്മുടെ വിത്തും മുത്തും, ഇതാണ് നമ്മുടെ ജനയിത്രി. പല പല മുത്തുകൾ കോർത്തുണ്ടാക്കിയ പൊലിമയെഴുന്നൊരു ഹാരം പോൽ ഹൈന്ദവർ, മുസ്ലിം, ക്രിസ്ത്യാനികളും കൈകോർത്തിവിടെ കഴിയുന്നു. പാർസിക, ജൈനർ, ബുദ്ധമതക്കാരെല്ലാം ഒന്നായി പുലരുന്നു. സസ്യശ്യാമള ഹരിതക ഭംഗികളെങ്ങും പീലി വിടർത്തുന്നു. ഒരേ ഒരിന്ത്യ, ഒരൊറ്റ ജനത, ഒരേ കുടുംബം നാമെല്ലാം. ഒരേ ഒരമ്മ, ഒരൊറ്റ രക്തം, ഒരേ കിടാങ്ങൾ നാമെല്ലാം. ഓക്കെ, അപ്പൊ ഈ പാഠം നിങ്ങൾക്ക് ക്ലിയർ ആയോ എല്ലാവർക്കും? ജനനി ജന്മഭൂമി, അല്ലെ? ഓക്കെ, ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെ? മനസ്സിലായി എല്ലാവർക്കും. അപ്പൊ ആരാ ഇതൊന്ന് വായിക്കുന്നതിന്? നല്ല രീതിയിൽ ഒരു പാട്ട് പാടിയേ. ആരാ പാടുന്ന ഫസ്റ്റ്? ആരുമില്ലേ? ഇത്ര നല്ലൊരു പാഠം കേട്ടിട്ട് ആർക്കും പാടാൻ തോന്നുന്നില്ല. നമ്മുടെ ഇന്ത്യയെ പറ്റി, നമ്മുടെ ജന്മഭൂമിയായ നമ്മുടെ ഇന്ത്യയെ പറ്റി പറയുമ്പോൾ എത്ര ഒരു ആഹ്ലാദത്തോടെ പാടണത്. ഭാരതം എന്ന പേര് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ, കേരളം എന്ന് കേട്ടാലോ തെറ്റിയില്ലേ? എന്തുകൊണ്ട് മാറ്റിത്തരാത്തെ? ഭാരതം എന്ന് കേട്ടാലോ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ നിന്നാണ്, അല്ലേ? തെറ്റുമ്പെങ്കിലും മാറ്റി പറയൂ ആരെങ്കിലും. അപ്പൊ എന്താണ് പറഞ്ഞത്? ഭാരതം, നമ്മുടെ ഇന്ത്യയുടെ പേര് കേട്ടും നമുക്ക് എന്ത് വേണം? അഭിമാനപൂരിതമാകണം അന്തരംഗം. അന്തരംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ്, അന്തരംഗം. നമ്മുടെ മനസ്സിൽ നമ്മുടെ ഭാരതം, നമ്മുടെ ജന്മഭൂമിയെ പറ്റി കേൾക്കുമ്പോ നമുക്ക് അഭിമാനം ഉണ്ടാവണം. പിന്നെയോ കേരളം എന്ന് നമ്മുടെ നാട് കേൾക്കുമ്പോ എന്ത് ചെയ്യണം? കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ നിന്നാണ്. ഞരമ്പുകളിൽ ചോരയോട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ മക്കളെ? അതൊന്നും കാണുന്നില്ലല്ലോ ജന്മഭൂമിനെ പറ്റി കേട്ടിട്ടും. അയ്യോ, നമ്മുടെ ജന്മഭൂമി നമ്മുടെ അമ്മയെ പോലെയാണ്, പെറ്റമ്മയെ പോലെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടും ഒരു ചോരയും തിളക്കുന്ന കാണുന്നില്ല, അഭിമാനമാവുന്ന കാണുന്നില്ല മനസ്സിൽ, അല്ലേ?
നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം നാടിനെ പറ്റി കേൾക്കുമ്പോൾ അല്ലെ നമ്മൾ എന്ത് ചെയ്യണം? അഭിമാനപൂരിതമാകണം എന്നാ പറഞ്ഞ, മനസ്സിൽ അഭിമാനം നിറയണം നമുക്ക്. പിന്നെയോ കേരളത്തിനെ പറ്റി കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഞരമ്പുകളിൽ ചോര തിളയ്ക്കണം എന്നാ പറഞ്ഞത് അല്ലെ. നാം എല്ലാം ഇന്ത്യക്കാരാണ്, നമ്മൾ കേരളക്കാരാണെന്ന് പറയാനുള്ള ആ ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവണം. അപ്പൊ ഇന്ത്യനെ പറ്റി പാടാൻ ജനനി ജന്മഭൂമി ഇത്ര നല്ലൊരു പാഠം പഠിപ്പിച്ചിട്ട് ആരാണ് ഇത് പാടുന്ന കേൾക്കുമ്പോ ധൈര്യത്തിൽ ഒന്ന് കൈ ഉയർത്തുന്നില്ല മക്കള് അല്ലേ? ഞാൻ ഇത്രയും വികാരം പൂണ്ടിട്ട് സംസാരിച്ചിട്ടും ആർക്കും ഒരു പ്രതികരണവുമില്ല അല്ലെ. ആരാ ഇന്ന് പാടുന്നതെന്ന്? ഫെയ്ത്ത് പഠിക്കോ. നല്ല രീതിയിൽ ഒന്ന് പാടിയേ ഫെയ്ത്ത്. നമ്മുടെ നാടിനെ പറ്റി, നമ്മുടെ ജന്മഭൂമിനെ പറ്റിയാണ് പറയുന്നത്. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, ഒരേ കുടുംബം നാമെല്ലാം, ഒരേ ഒരമ്മ, ഒരൊറ്റ രക്തം, ഒരേ കിടാങ്ങൾ നാമെല്ലാം, സത്യം, ധർമ്മം, സഹോദര്യം നമ്മുടെ ജീവിത മന്ത്രങ്ങൾ, നമ്മുടെ സ്നേഹം, സഹനം, സർവസമത്യം നമ്മുടെ മോചന തന്ത്രങ്ങൾ, മാമൂനിമാരുടെ ജീവിത ഗാഥകൾ കേട്ടു വളർന്ന മഹാരാജ്യം, വീരന്മാരുടെ ചോരയിൽ എഴുതിയ ചരിത്രമേഴുന്ന മഹാരാജ്യം, പാവന ഗംഗാ യമുനകളിവിടെ ഗാനം മുദിക്കുന്നു, മഞ്ജുള നർമ്മദ ഗോദാവരികൾ തളകളിക്ക് പായുന്നു. ഇതാണ് നമ്മുടെ മണ്ണും വിണ്ണും, ഇതാണ് നമ്മുടെ സർവ്യാസ്യം, ഇതാണ് നമ്മുടെ വിത്തും മുത്തും, ഇതാണ് നമ്മുടെ ജനമത്യം. പല പല മുത്തുകൾ കോർത്തുണ്ടാക്കിയ പോലി എഴുന്നൊരു ആഹാരം പോൽ ഹൈന്ദവർ, മുസ്ലിം, ക്രിസ്ത്യാനികളും കൈകോർത്തിവിടെ കഴിയുന്നു. പാഴ്സികൾ, ജൈനർ, ബുദ്ധക്കാരെല്ലാം ഒന്നായി പുലരുന്നു. സസ്യശ്യാമള ഹരിതക ഭംഗികളൊങ്ങും പീലി വിടർത്തുന്നു. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, ഒരേ കുടുംബം നാമെല്ലാം, ഒരേ ഒരമ്മ, ഒരൊറ്റ രക്തം, ഒരേ കിടങ്ങൾ നാമെല്ലാം. ആരാ വായിക്കുന്നിടത്തെ? ഓക്കെ, ആൻമരിയ വായിച്ച. ആൻമരിയ. ജനനി ജന്മഭൂമി, ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, ഒരേ കുടുംബം നാമെല്ലാം, ഒരേ ഒരമ്മ, ഒരൊറ്റ രക്തം, ഒരേ കിടാങ്ങൾ നാമെല്ലാം, സത്യം, ധർമ്മം, സഹോദര്യം നമ്മുടെ ജീവിത മന്ത്രങ്ങൾ, സ്നേഹം, സഹനം, സർവസമത്വം നമ്മുടെ മോചന തന്ത്രങ്ങൾ, മാമുനിമാരുടെ ജീവിതഗാഥകൾ കേട്ടു വളർന്ന മഹാരാജ്യം, വീരന്മാരുടെ ചോരയിൽ എഴുതിയ ചരിത്രമെഴുതുന്ന മഹാരാജ്യം, പാവന ഗംഗാ യമുനകൾ ഇവിടെ കളകള ഗാനമുതിർക്കുന്നു, മഞ്ജുള ഗോദാവരികൾ തളകളിലേക്ക് പായുന്നു. ഇതാണ് നമ്മുടെ മണ്ണും വിണ്ണും, ഇതാണ് നമ്മുടെ സർവസ്വം, ഇതാണ് നമ്മുടെ വിത്തും മുത്തും, ഇതാണ് നമ്മുടെ ജനയിത്രി. പല പല മുത്തുകൾ കോർത്തുണ്ടാക്കിയ പുതുമയെഴുന്നൊരു ഹാരം പോൽ ഹൈന്ദവർ, മുസ്ലിം, ക്രിസ്ത്യാനികളും കൈകോർത്തിവിടെ കഴിയുന്നു. പാഴ്സികൾ, ജൈനർ, ബുദ്ധമതക്കാരെല്ലാം ഒന്നായി പുലരുന്നു. സസ്യശ്യാമള ഹരിതക ഭംഗികൾ എങ്ങും പീലി വിടർത്തുന്നു. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, ഒരേ കുടുംബം നാമെല്ലാം, ഒരേ ഒരമ്മ, ഒരൊറ്റ രക്തം, ഒരേ കിടാങ്ങൾ നാമെല്ലാം. ഓക്കെ, നല്ല പോലെ പാടുന്നാൾ ഇങ്ങനെ പാടിയിട്ട് ഒഴിവാക്കിട്ട് പോയി അല്ലേ ആൻമരിയ? എന്താ ഫെയ്ത്ത് അതിന്റെ ഇടയിൽ എന്തോ പറയാൻ ഉദ്ദേശിച്ചല്ലോ? മിസ്സിന്റെ അവിടെ നിന്ന് ഒച്ച കേൾക്കുന്നുണ്ട്, എന്തോ ഒരു ഗിരിഗിരി. മിസ്സിന്റെ ആണോന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ ഇല്ല, നേരത്തെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതെ അല്ലേ? ഓക്കെ, ഷോൺ അടുത്ത പാടിയ മോനെ. ഷോൺ സ്റ്റക്കായോ? ഷോണേ, ഷോൺ സ്റ്റക്കായിരുന്നു.
ഓക്കെ, ഈ പാട്ട് നല്ല പോലെ 2-3 പ്രാവശ്യം പാടണം കേട്ടോ. ഓക്കെ, നല്ല രീതിയിൽ പാടണം. ഓക്കെ, അപ്പോ നമ്മുടെ ഈ പാഠം ജനനി ജന്മഭൂമി എന്ന പാഠം നല്ലൊരു ലെസൺ ആയിരുന്നു കേട്ടോ. നല്ലപോലെ വായിക്കണം. ഓക്കെ, ഷോണെ ക്ലിയർ ആയോ മോനെ? പോയി തോന്നുന്നു അല്ലേ? ഷോണിന്റെ നെറ്റ് ഷോണിന് നെറ്റ് പോയി. ഓക്കെ, അപ്പൊ നമ്മുടെ ഇത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നല്ലപോലെ വായിക്കണം എല്ലാരും. ഓക്കെ, ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്യാ. ഓക്കെ, ബൈ, സി യു. ഷോൺ വരുന്നില്ല, ഷോണിനെ കൂടെ ഒന്ന് പാടിപ്പിക്കേ.